ഹായ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു സ്റ്റഡി വ്ലോഗായിട്ടാണ്, ഒരു എക്സാം പ്രിപ്പറേഷൻ എന്നും പറയാം. അപ്പം ഞാനിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് കുറച്ച് കുഞ്ഞു കുഞ്ഞു എക്സാം ടിപ്സൊക്കെയാണ്, പിന്നെ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളുമാണ്. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ എൻ്റെ ടേബിളൊക്കെ ജസ്റ്റ് ഒന്ന് നീറ്റാക്കി വെക്കും. എന്നിട്ട് എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കും. പിന്നെ ഞാൻ ടൈമർ വെക്കുക ചെയ്യുക. പഠിക്കുമ്പോൾ നമുക്ക് കൂടുതലും നേരം ഇരുന്നാൽ നമുക്ക് ബോറടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ചെറിയ ടൈമറൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ദാഹിക്കുന്ന സമയത്ത് ഇടയ്ക്കങ്ങ് ബ്രേക്കായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളവും വെച്ചിട്ടുണ്ട് കേട്ടോ. ടു ഡു ലിസ്റ്റ് എഴുതാണ്. അപ്പോൾ അതിൽ ഇന്ന് എനിക്ക് കംപ്ലീറ്റ് ആക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിൽ എഴുതുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ എഴുതാം കേട്ടോ. കാരണം ബാക്കിയുള്ള കാര്യങ്ങൾ മറന്നു പോകാതൊക്കെ നിൽക്കാൻ നമുക്കിങ്ങനെ എഴുതിയിട്ട് വെച്ചാൽ മതി. നമുക്കിത് ടിക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഇനി എടുക്കുന്ന എൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്. അതിലുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് വായിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇതിൽ പാപ്പുക്കും ഞാൻ കൊടുത്തിട്ടുണ്ട്, അവളും വായിക്കും. ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇരുന്ന് വായിക്കാറുള്ളത്. അപ്പോൾ ഇതിൽ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെക്കാറാണ്. കാരണം നമ്മളിപ്പോൾ ഒരു നോട്ട്ബുക്കോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കോ തുറന്നാൽ അതിൽ നമുക്ക് കാണുമ്പം ഇതിൽ ഫുൾ നമുക്ക് വായിക്കാൻ പറ്റില്ല. ആ സമയത്ത് ഞാൻ കാണുന്ന ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെക്കാറാണ് ചെയ്യുക. അപ്പം ഞാനിനി നോട്ട്ബുക്കാണ് എടുക്കുന്നത്. നോട്ടിലുള്ള കാര്യങ്ങളും ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കും. നോട്ട്സൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഞാൻ ടെക്സ്റ്റിൽ എഴുതി കുറച്ച് കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ ഞാൻ സ്റ്റിക്കി നോട്ടിൽ എഴുതുകയാണ് ചെയ്യുക. അത് നമുക്ക് പെട്ടെന്ന് ബുക്കൊക്കെ തുറക്കുമ്പോൾ വായിക്കാൻ വേണ്ടിയിട്ട്. ടെക്സ്റ്റും നോട്ടൊക്കെ ഞാൻ വായിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ ബ്രേക്ക് എടുക്കും കേട്ടോ. അല്ലെങ്കിൽ ഒറ്റ സ്ട്രെച്ചിൽ പോയാൽ നമുക്ക് ബോറടിക്കുമല്ലോ. അപ്പം ഞാൻ എൻ്റെ ഫേവറേറ്റ് ബുക്കായ അഡ്വഞ്ചർ സ്റ്റോറിയാണ് വായിക്കുന്നത്. അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലെസൺസ് ഉണ്ട്. ലെസൺസ് മീൻസ് ഓരോരോ പാർട്ടായിട്ടാണ് കേട്ടോ. ഭയങ്കര അഡ്വഞ്ചറാണ് കേട്ടോ. ഇനി ഞാൻ ചെയ്യുന്നത് ലെങ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ഞാൻ ഷോർട്ട് ആൻസേഴ്സ് ആയിട്ടാണ് എഴുതുന്നത്. ഇനി എനിക്ക് ചെയ്യാനുണ്ടായിരുന്നത് കർസീവ് റൈറ്റിംഗ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയൊരു സ്റ്റഡി വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.